നമ്മളിന്നൊരു യാത്രയിലാണ്. യാത്ര തുടങ്ങുന്നത് ആല അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നാണ്. ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്ന് യാത്ര പോകുന്നൊരു കാരണമുണ്ട്. കൊടുങ്ങല്ലൂരിലെ ഹൈവേ മെയിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ അമ്പലത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ നിന്നും ഇടതു ചേർന്നിട്ടാണ് പോകുന്നത്. കാരണം ഇവിടെ ഒരു വളവുണ്ട്, വാസുദേവ വിലാസം വളവ് എന്ന് പറയും. അപ്പോൾ കൊടുങ്ങല്ലൂർ ഭാഗത്തുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഈ ഒരു വളവ് ഒഴിവാക്കാൻ വേണ്ടി നേരെയാണ് ഹൈവേ പണിയായിട്ട് അവർ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമെൻ്റൊക്കെ കൊണ്ടുവരുന്ന ബൾക്ക് ടാങ്കർ. മാത്രമല്ല എംസാൻഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിന്നിട്ടാണ് മിക്സ് ചെയ്തിട്ട് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് വണ്ടിയിൽ ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. ആ നേരെ കാണുന്ന കൂറ്റൻ ഒരു ഇത് കണ്ടോ, ഒരു എന്താ പറയുക, ഒരു വലിയൊരു ടണൽ പോലത്തെ സാധനം, ടണലല്ലല്ലോ, ആ ഒരു ഇതിലാണ് ഈ സിമെൻ്റൊക്കെ ഇവർ മിക്സ് ചെയ്ത് വെക്കുന്നത്. മിക്സ് ചെയ്യാനായിട്ട് സിമെൻറ്റ് വെക്കുന്നത് അതിലാണ്. ഇതാണ് വാസുദേവ വിലാസം വളവ്. ഈ വളവ് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ വെട്ടപ്പാട് മുഴുവൻ അവർ. അങ്ങനെ ഇവിടെ നിന്നും നേരെ നമ്മൾ യാത്ര തുടങ്ങുന്നത് കോതപറമ്പ് സെൻറ്ററിലോട്ടാണ്. കോതപറമ്പ് സെൻറ്ററിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം പണിയെല്ലാം ഫ്രീസായി നിൽക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് കോതപറമ്പ് സെൻറ്റർ. കാരണം ഇവിടെ തൂണായിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഘടന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു തരത്തിലും മനസ്സിലാവില്ല. എവിടേക്കാണ് ക്രോസിംഗ് എന്നോ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ചിലവർ പറഞ്ഞ് കേൾക്കാം ഇതിൽ ക്രോസിംഗ് ഒന്നും ഉണ്ടാവില്ല, ഒരു 2 കിലോമീറ്ററൊക്കെ കഴിയും. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉറപ്പായിട്ടില്ല. നേരെ ആ കാണുന്നതാണ് ആ തൂണുകൾ, കോതറമ്പ് സെൻറ്ററിലെ തൂണുകൾ. ഇവിടെ ഇനി ലാൻഡിങ് സ്പേസും കാര്യങ്ങളൊക്കെ പണിയാനുണ്ട്. ഒരുപാട് പണി ഇവിടെ ബാക്കി കിടപ്പുണ്ട്. നേരെ കാണുന്നത്, ഇവിടെ നിന്ന് നേരെ കാണുന്നത് കോതപറമ്പ് പള്ളിയാണ്. ആ മിനാരം നിങ്ങൾക്ക് ഇവിടുന്ന് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ആ കാണുന്നതാണ് കോതപറമ്പ് പള്ളി. ഞാൻ സൂം ചെയ്ത് ക്ലിയറാക്കി കാണിച്ചു തരാം. നമുക്ക് ഇനി കൊടുങ്ങല്ലൂർക്കുള്ള ഒരു റോഡും കൂടി നമുക്ക് കാണാം. ഇപ്പം ഈ കാണുന്നത് നേരെ പോകുന്നത് കാര സെൻറ്ററിലോട്ടുള്ള റോഡാണ്. ഇവിടെ നിന്നും ഇടതുവശം ചേർന്ന് പോകുന്നതാണ് കൊടുങ്ങല്ലൂർക്കുള്ള റോഡ്. കാരണം റോഡൊന്നും ഇപ്പോൾ വലിയ ക്ലിയറും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. ഇടതുവശത്ത് ചേർന്ന് ഒരു ചെറിയ ബസ് സ്റ്റോപ്പ് നമുക്ക് കാണാം. 10ഓളം തൂണുകളാണ് ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂർ വരെ ഏകദേശം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ട്, കോതറമ്പ് കഴിഞ്ഞിട്ട് ജോജോമിലെ പരിസരം കഴിഞ്ഞിട്ടാണ് ഈ തൂണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ കാണുന്നത് അമൂൽ ഐസ്ക്രീമൊക്കെ ഉള്ള ഐസ്ക്രീം പാർലറുള്ള സ്ഥലമാണ്. പണ്ടത്തെ മഹീന്ദ്രയുടെ ഷോറൂം ഉണ്ടായ സ്ഥലം. ഇവിടെ നിന്നാണ് തൂണുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു നിരയിൽ 10ഓളം തൂണുകൾ ഈ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മേലെയുള്ള ഇൻ്റർലിങ്കിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബീമും കാര്യങ്ങളും എടുത്ത് വെക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് അത് തമ്മിൽ കൂട്ടി ചേർത്ത് ഒന്ന് പറയുക വാർത്ത് വെക്കുന്നൊരു പരിപാടിയും കൂടി ഉണ്ട്. കമ്പികളൊക്കെ വെൽഡ് ചെയ്ത് അത് ഇടയിൽ വാർത്ത് വെക്കും. ഇതാണ് കൊടുങ്ങല്ലൂർ സെൻറ്ററിലെ മെയിൻ ക്രിസ്ത്യൻ പള്ളി. മദാമപ്പള്ളി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് അറിയുള്ളൂ. അപ്പോൾ ഈ പള്ളിയുടെയും കുറേ സ്ഥലം പോയിട്ടുണ്ട്. ഈ ആല അമ്പലത്തിൻ്റെ കുറേ സ്ഥലം പോയിട്ടുണ്ട്, ഈ പള്ളിയുടെയും പോയിട്ടുണ്ട്. ഈ നേരെ പോകുന്നത് കൊടുങ്ങല്ലൂർക്കാണ്. ഈ നേരെ കാണുന്ന റോഡ് കൊടുങ്ങല്ലൂർ സെൻറ്ററിലോട്ടാണ്. കൊടുങ്ങല്ലൂർ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്തപ്പുര സെൻറ്റർ, അമ്പലത്തിൻ്റെ പരിസരമല്ല. കാരണം അമ്പലവുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഈ റോഡിന് വരുന്നില്ല. അമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടയിലൂടെയാണ് നമ്മുടെ മെയിൻ ഹൈവേ കടന്നു പോകുന്നത്. ഈ കാണുന്നത് നമ്മുടെ ഇടതുവശം കണ്ടത് നമ്മുടെ ടൗൺ ഹാളാണ്. ഈ ഇടതുവശം ചേർന്ന് കാണുന്നത്. ഇപ്പോൾ ഈ കാഴ്ച കാണുന്നത് ചന്തപ്പുര സെൻറ്ററിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടിയും ഇൻ്റർലിങ്ക് ചെയ്ത് വാർത്തുകൊണ്ടിരിക്കുന്ന പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഇതിൻ്റെ അകത്ത് കൂടെയുള്ള പ്രവേശനമൊക്കെ അവർ നിരോധിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2 ഓപ്പണിങ്ങാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്ന് MAT ഹോസ്പിറ്റൽ പള്ളി ആ ഭാഗത്തേക്കുള്ളൊരു ഓപ്പണിങ്ങും, 2 നമ്മുടെ HP പമ്പിൻ്റെ അവിടേക്ക് കറങ്ങി വരാവുന്ന രീതിയിൽ നമ്മുടെ ടൗൺ ഹാളിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു ഓപ്പണിങ്ങൾ കൊടുത്തിട്ടുള്ളത്. ചിക്കിങ് ഭാഗത്ത് നിന്നിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ചെറിയ ഭാഗത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബാക്കി എല്ലാവിടെയും ചില്ല് കംപ്ലീറ്റ് പൊടി പിടിച്ചിരിക്കുകയാണ്. 2ാം നിലയിൽ നിന്നാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സിറ്റി ഹോട്ടലിന് മുന്നിൽ നിന്നാണ് ഞാൻ ഈ ഒരു രംഗം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗം മൊത്തം പാലം ഏകദേശം കവറായിട്ടുണ്ട്. നല്ലൊരു നീളത്തിൽ തന്നെ. ഇതിന് ഈ അടിയിൽ പാർക്കിംഗ് സ്പേസ് ആണോ ഒന്നും നമുക്ക് അറിവായിട്ടില്ല. ക്ലോസ് ചെയ്യുന്നൊന്നും അറിവായിട്ടില്ല. DYSP ഓഫീസ് സിഗ്നലാണ് ഈ കാണുന്നത്. ഇവിടെ പണി കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ട്. കാരണം ഇവിടെ സമരം നടപ്പുണ്ട്, ഇലവേറ്റഡ് ഹൈവേ വരണമെന്നും പറഞ്ഞ്. പക്ഷെ അത് എത്രമാത്രം ഉറപ്പുണ്ടെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതിൻ്റെ പേരിൽ തന്നെ ഒരു ക്രോസിങ് ഇപ്പോഴവർ ക്ലോസ് ചെയ്തിട്ടില്ല സമരം നടക്കുന്നതിൻ്റെ പേരിൽ. അതിന് അടുത്ത കാലത്ത് തീരുമാനമാവുമെന്ന് തോന്നുന്നില്ല. കാരണം സമരസമിതി കുറച്ച് ശക്തമാണ്. പടാകുളം സിഗ്നലാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ പടാകുളം സിഗ്നൽ ഈ ഒരു എന്താ പറയുക, ഒരു ക്രോസിങ് ഉണ്ടെങ്കിലും പക്ഷേ ഇതിലൂടെ വലിയൊരു ടൂറിസ്റ്റ് ബസ് കാര്യങ്ങളൊന്നും കടന്നു പോകുന്ന രീതിയിലുള്ള പൊക്കം
ഇതിന് കൊടുത്തിട്ടില്ല. ഇനി അടി കുഴിക്കുമെന്നുള്ള കാര്യം നമുക്കറിയില്ല. അടി കുഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. പടാകുളം സിഗ്നലിൽ പ്രത്യേകിച്ച് വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ആ നേരെ മുന്നിൽ കാണുന്ന നീല ഷെഡ് ജോലിക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ അടുത്ത് തന്നെ തൂണ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം, വാർത്തിട്ടിട്ടുണ്ട്. അത് ഇനി അടുത്തുള്ള സ്ഥലങ്ങളിലോട്ട് വലിയൊരു വണ്ടി ഉപയോഗിച്ച് കൊണ്ടുപോകും. വലിച്ചുകൊണ്ട് പോകുന്ന ചെറിയൊരു ട്രെയിലർ ലോറി ഉണ്ട്, അതിൽ കയറ്റി കൊണ്ടുപോകും. അതാണ് ഇവിടുത്തെ പതിവ്. ഈ കാണുന്നത് ചേരവമ്പള്ളി സിഗ്നലിലുള്ള ചേരവമ്പള്ളിയിലോട്ട് പോകുന്ന വഴിയാണ് ഈ വലതുവശത്ത് കാണുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള ഒരു പാലമാണിത്. ഇവിടെ കംപ്ലീറ്റ് ഇതിൻ്റെ അടിയിൽ ഒരു ക്രോസിങ് അവർ അനുവദിച്ചിട്ടില്ല. കാരണം മേലെ പണി നടക്കുന്നുണ്ട്, വാർക്കലും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ അവർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുന്നു. നമുക്ക് ചുറ്റിക്കറങ്ങി പോവാം. നമുക്ക് പേബസാർ റോട്ടിലോട്ടൊക്കെ ഇറങ്ങി ചുറ്റിക്കറങ്ങി നമുക്ക് അങ്ങോട്ട് പോവാം. ഇതാണ് അടുത്ത കാഴ്ച വരുന്നത്. കുറച്ച് ലോങ്ങിൽ നിന്നുള്ള കാഴ്ചയാണിത്. നമ്മുടെ പടിഞ്ഞാറെ സർവീസ് റോഡിൽ നിന്നാണ് ഞാനിത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിൽ വ്യക്തമാവും പണി ഒരുപാട് മുന്നോട്ട് ഈ ഭാഗത്തൊക്കെ നീങ്ങിയിട്ടുണ്ട്. ഒട്ടും നീങ്ങാത്തത് എനിക്ക് കുറച്ചും കൂടി ഫീൽ ചെയ്തത് നമ്മുടെ കോട്ടപ്പുറം സിഗ്നലിലാണ്. ഇതാണ് കോട്ടപ്പുറം സിഗ്നൽ. ഇവിടെ പണി കംപ്ലീറ്റ് ഒരു ഫ്രീസായി നിൽക്കുന്ന മട്ടാണ്. കാരണം ഇവിടെയാണ് ലാൻഡിങ് വരുന്നത്. ഇപ്പോൾ പാലത്തുമെന്ന് വരുന്ന വണ്ടികളായാലും നമ്മുടെ കൊടുങ്ങല്ലൂർ സെൻട്രലിൽ നിന്ന് വരുന്ന വണ്ടികളായാലും നേരെ വന്ന് ഇവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്. പഴയ NH-17 ഇവിടെ നിന്നൊരു എൻട്രൻസ് ഉണ്ടെന്ന് അറിയുന്നു. അതെങ്ങനെയാണെന്നൊന്നും വ്യക്തമായിട്ടില്ല. കാരണം ഇതിനൊരു രൂപരേഖ വരച്ചിട്ടുള്ള ഒരു പരിപാടി അല്ലാതെ തോന്നുന്നു. ഇതിലൊരു സിഗ്നൽ ഇല്ലാന്നും കൂടി നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു റോഡിലൊന്നും സിഗ്നലില്ല. അതാണ് ഈ ഒരു റോഡിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മളുള്ളത് VP തുരുത്തിലാണ്. കൊടുങ്ങല്ലൂർ എന്താ പറയുക, കുറച്ച് നാൾ മുമ്പ് കൊടുങ്ങല്ലൂർ വിട്ട് ഗൾഫിലോട്ടൊക്കെ പോയ ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ അത്ഭുതം ഉണ്ടാവും. VP തുരുത്തിൽ നമ്മുടെ നിലവിൽ നിൽക്കുന്ന പാലത്തിന് സമാന്തരമായിട്ട് തന്നെ മറ്റൊരു പാലം വന്നിട്ടുണ്ട്. അപ്പോൾ ആ പാലത്തുമ്മ കൂടി തന്നെ വേറൊരു റോഡ് അടുത്ത പാലത്തുമ്മക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഈ കാണുന്ന മൂത്തോന്ന് സെൻറ്ററാണ്. മൂത്തോന്ന് സെൻറ്ററൊക്കെ ഏകദേശം ഓർമ്മയാവുന്ന മട്ടാണ്. കാരണം ഇവിടെ പാലം കംപ്ലീറ്റ് വന്നു കഴിഞ്ഞു. ഇവിടെ ഇനി ഈ ഒരു സെൻറ്ററിനൊക്കെ ഒരു പ്രസക്തി അവസാനിച്ച് തീരുന്ന മട്ടാണ്. അപ്പോൾ പണി ഭയങ്കര വേഗത്തിലാണ് ഈ ഭാഗത്ത് മൂത്തുന്ന ഭാഗത്ത് നടക്കുന്നത്. എറണാകുളം ജില്ലയാണ്. ഇവിടെ വളരെ സ്പീഡായിട്ട് തന്നെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ മൂത്തുന്ന സെൻറ്ററിൽ ചെറിയൊരു പാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാലം പൊക്കണം എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രക്ഷോഭമൊക്കെ ഒരു ചെറിയ രീതിയിൽ നടന്നു വന്നു. പക്ഷെ അത് ഒന്നും ആയിട്ടില്ല. പണി ഇവിടെ വളരെ വേഗം തന്നെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. അപ്പോൾ ചില റോഡ് പൊക്കത്തിലും ചില റോഡ് താഴ്ചയിലൊക്കെയാണ് വരുന്നതെന്ന് തോന്നുന്നു. കാരണം പാലത്തിൻ്റെ പൊസിഷൻ അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ ഈ ഒരു ഭാഗവും വിട്ട് നമ്മൾ നേരെ പോവുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ റോഡിൻ്റെ ഏരിയ നമ്മൾ ആലമ്പലം തുടങ്ങി മൂത്തുന്ന സെൻറ്റർ വരെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് മൂത്തുന്ന സെൻറ്റർ. നേരെ കാണുന്ന മൂത്തുന്ന സെൻറ്ററിലെ പാലമാണ്. അപ്പോൾ വീടിൻ്റെ അവിടെയുള്ള ഫെൻസിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നത്. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന് നേരെ നമ്മൾ ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞായറാഴ്ച അതിൻ്റെ പേരിൽ തന്നെ ഷോറൂം അവധിയാണ്. അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കുറച്ച് റെസ്റ്റ് എടുക്കാനാണ് ഷോറൂമിൽ പോയത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.